വെള്ളറ വില്ലേജ് ഓഫീസിൽ സ്ഫോടനം. ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരാൾ സ്ഫോടക വസ്തു കത്തിക്കുകയായിരുന്നു ഓഫീസിൽ ഇട്ട്. അതിനുശേഷം വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറി ഉണ്ടായി. 7ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഒരാളുടെ നില ചെറിയ തോതിൽ ഗുരുതരമാണ് എന്ന വിവരവും ലഭിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കെ ജി ദിനകർ ചേരുന്നു. ദിനകർ ഇവിടെ സംഭവ സ്ഥലത്തുള്ള ജീവൻ സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അക്രമി അകത്ത് കയറി കത്തിച്ചതായിരിക്കാം, പെട്രോൾ ഒഴിച്ച്, അതല്ലെങ്കിൽ പെട്രോൾ ബോംബ് എറിഞ്ഞതായിരിക്കാം. ഇരുമുണ്ട് ഏത് സാഹചര്യത്തിലായിരിക്കാം അദ്ദേഹം അവിടേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. എന്താണിപ്പോൾ പോലീസ് അന്വേഷണ സംഘമടക്കം അവിടെയുണ്ട്. CI വെള്ളറ സിയുടെ സാന്നിധ്യമുണ്ട്. മറ്റ് ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അഗ്നിശമന സേനയടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒക്കെയും അവിടെ നടത്തുന്ന പ്രാഥമികമായ പ്രക്രിയകൾ ഏത് രീതിയിലാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ? പ്രജീഷ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു വെള്ളറ വില്ലേജ് ഓഫീസിൽ ആക്രമണം ഉണ്ടായത്. ഹെൽമറ്റ് ധരിച്ച് കോട്ട് ധരിച്ച് എത്തിയ ഒരു വ്യക്തി വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് കയറി വന്നുകൊണ്ട് വില്ലേജ് ഓഫീസറെ കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് വില്ലേജ് ഓഫീസിൽ വയ്ക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് തീപ്പെട്ടിക്കുള്ളി ഉരച്ചിടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് നിലത്തടിച്ച് പൊട്ടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ വില്ലേജ് ഓഫീസിനുള്ളിൽ ഉൾവശമാകെ കത്തി നശിക്കുകയും അതോടൊപ്പം വില്ലേജ് ഓഫീസിനുള്ളിലെ റെക്കോർഡുകളും കമ്പ്യൂട്ടറുകളും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വില്ലേജ് അസിസ്റ്റൻ്റ് വേണുവിന് മുഖത്തും കൈക്കും പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതോടൊപ്പം മറ്റ് 6 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരിൽ 2 പേരെ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മുടെ പ്രതിനിധി ജീവൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് സംഭവത്തിന് പിന്നിൽ? ദിനകർ, ഇവിടെ കളക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കളക്ടർ പറഞ്ഞ കാര്യം, ഒന്ന്, ഏതെങ്കിലും ഫയലുകളോ ജാതി സർട്ടിഫിക്കറ്റോ ഒക്കെയും താമസിച്ച് അല്ലെങ്കിൽ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അതിനൊക്കെയും മനംനൊന്ത് വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ചെയ്ത ഒരു കൃത്യമായിരിക്കാം. അതല്ലെങ്കിൽ പാറമടയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2-3 സാഹചര്യങ്ങൾ പറഞ്ഞു വയ്ക്കപ്പെടുന്നുണ്ട്, കേട്ടുകേൾവിയുമുണ്ട്. അതിലൂടെയൊക്കെ കടന്നുപോയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടോ? വില്ലേജ് ഓഫീസറുമായി വ്യക്തിവൈരാഗ്യം ഉള്ള ഒരു വ്യക്തി ചെയ്ത കൃത്യം, ഇങ്ങനെ പല കേട്ടുകേൾവികൾ, ഇതിനൊക്കെയും ഒരു ആകത്തുകയെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ? പ്രതീക്ഷ, ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്നാലും നമുക്ക് കേൾക്കുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. വില്ലേജ് ഓഫീസ് വെള്ളറടയിലെ ചില ഭൂമിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ പാറമടയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണവും നമുക്ക് ലഭിച്ചിട്ടില്ല. അത് വില്ലേജ് ഓഫീസറുമായിട്ടുള്ള ഒരു വിരോധത്തിൻ്റെ പേരിൽ ആണ് എന്ന സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. റൂറൽ SP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത്, തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ വിരളമായി മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അതേസമയം സംസ്ഥാനത്ത് എമ്പാടും പല രീതിയിലും ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല മേഖലകൾ എടുത്തു പരിശോധിച്ചാൽ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് കൂട്ടി വായിച്ചാൽ ഇതും അത്തരത്തിലൊരു സംഭവമായി മാത്രം ഇതിനെ അങ്ങനെ നമുക്ക് കാണാൻ, ആ രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ കഴിയുകയില്ല എങ്കിൽ കൂടിയും ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുക, ബോംബേർ ഉണ്ടാവുക, അത് തീർത്തും സ്വാഭാവികമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രജീഷ്, എന്തായാലും പരിക്കേറ്റവരുടെ നില ഏത് രീതിയിലാണ്? അവരെ ഏത് ആശുപത്രിയിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്? എത്ര പേർക്ക് പരിക്കേറ്റു? ആ സംഭവം നടക്കുമ്പോൾ മറ്റ് ഉദ്യോഗസ്ഥരല്ലാതെ മറ്റുള്ള പൊതുജനത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? പരിക്കുകൾ ഏത് രീതിയിലാണ്?
പ്രജീഷ്, വെള്ളറട വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വെള്ളറട സിറ്റിയിൽ നിന്നും അല്പം വിട്ടുമാറിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ആൾത്തിരക്കോ ബഹളമോ ഇല്ലാത്ത ഒരു പ്രദേശത്താണ് വെള്ളറട വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും 7 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വില്ലേജ് അസിസ്റ്റൻ്റ് വേണുവിനാണ് അല്പം കാര്യമായി പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുഖത്തും കൈക്കും പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് ആളുകളെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരിൽ പരിക്കേറ്റവർ ഇവരാണ്: വേണുഗോപാൽ, ഐസക്, വിജയമ്മ, പ്രഭാകരൻ നായർ, കൃഷ്ണകുമാർ, മോഹൻ നായർ എന്നിവർക്കാണ് പരിക്കേറ്റത്. മോഹനൻ നായരാണ് വില്ലേജ് ഓഫീസർ. ഇവരെയാണ് വില്ലേജ് അസിസ്റ്റന്റ് വേണുവിനെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇവർക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഇവർക്കും വ്യക്തത ഇല്ല. പ്രജീഷ്, സ്ഫോടനം വില്ലേജ് ഓഫീസിൽ ആണ് വെള്ളറട സംഭവിച്ചിരിക്കുന്നത്. വില്ലേജ് അസിസ്റ്റന്റിന് ഗുരുതര പരിക്ക് ഏറ്റിരിക്കുന്നു. 7 പേർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഫയലുകൾ കത്തി നശിച്ചു. വില്ലേജ് ഓഫീസർ മോഹന് പരിക്കേറ്റിരിക്കുന്നു. പെട്രോൾ ബോംബാണ് എറിഞ്ഞതാണ് സംശയം പ്രാഥമികമായി നിലനിൽക്കുന്നത്. 2-3 അഭിപ്രായങ്ങൾ ആദ്യഘട്ടത്തിൽ വരുന്നു. കളക്ടർ അതേസമയം ബോംബാക്രമണമല്ല ഉണ്ടായതെന്ന് പ്രാഥമികമായി പീപ്പിൾ ടിവിയോട് പറയുകയും ചെയ്തു. കൂടുതൽ തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനത്തിൽ വില്ലേജ് ഓഫീസിലെ രേഖകളെല്ലാം കത്തി നശിച്ചു. 7 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി KG ദിനകർ ഒരിക്കൽ കൂടി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. ദിനകർ, ഒരുപാട് സാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്കെത്തുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ അപൂർവമാണ് ഇത്തരത്തിലൊരു സ്ഫോടനം. ജില്ലാ കളക്ടർ സ്ഫോടനമല്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും ഇതിലെ ഒരു വല്ലാത്ത സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? രേഖകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കാൻ കഴിയാത്തതിൻ്റെ വീഴ്ച, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്കെത്തുന്നില്ലേ ദിനകർ? അജിംഷാദ്, തീർച്ചയായും സംഭവം തീർത്തും അസ്വാഭാവികമാണ്. ഇത്തരത്തിൽ ഒരുപക്ഷെ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യം. വില്ലേജ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. 7 പേർക്ക് പരിക്കേൽക്കുന്നു. വില്ലേജ് അസിസ്റ്റന്റ് വേണുവിന് മുഖത്തും കൈക്കും പൊള്ളലേൽക്കുന്നു. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. കറുത്ത ബുള്ളറ്റിൽ എത്തിയ വ്യക്തി കോട്ട് ധരിച്ചിരുന്നു, ഹെൽമറ്റ് ധരിച്ചിരുന്നു. വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം തൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് വില്ലേജ് ഓഫീസിനുള്ളിൽ നിലത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു, സ്ഫോടനം നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ലഭിച്ചിരുന്ന വിവരം, കയ്യിലുണ്ടായിരുന്ന വസ്തു വില്ലേജ് ഓഫീസിൽ വച്ചതിന് ശേഷം തീപ്പെട്ടിക്കുള്ളി ഇതിലേക്ക് ഉരച്ചിടുകയായിരുന്നു. അപ്പോൾ സ്ഫോടനം നടന്നു എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദിനകർ, ഇപ്പോൾ നമ്മോടൊപ്പം സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ജീവൻ കൂടി ചേരുന്നുണ്ട്. ജീവൻ, അവിടുത്തെ വിവരങ്ങൾ എന്തെങ്കിലും പുതിയതായി ലഭിക്കുന്നുണ്ടോ? ഒപ്പം ജില്ലാ കളക്ടർ പറഞ്ഞത് ഇത് സ്ഫോടനമല്ല, മറിച്ച് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം ആരോ ഒരാൾ ചെയ്ത കാര്യമാണെന്നാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണോ അവിടുന്ന് വരുന്നത്? പരിക്കേറ്റവരുടെ സ്ഥിതി അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ ജീവൻ. അജിംഷാദ്, രാവിലെ 11:30 കൂടിയാണ് സംഭവം ഉണ്ടായത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിലവിൽ 6 ജീവനക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 3 ജീവനക്കാരുടെ പരിക്ക് അത്യാവശ്യം സാരമുള്ളതാണ്. അതിൽ ഒരു ജീവനക്കാരൻ്റെത് കുറച്ചുകൂടെ ഗുരുതരമായ ഒരു പരിക്കാണ്. ഗുരുതരമായി പരിക്കേറ്റ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ വേണുഗോപാലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. മറ്റ് 2 പേർ, ഐസക്, വിജയമ്മ എന്നിവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റു 3 പേർ, പ്രഭാകരൻ നായർ, കൃഷ്ണകുമാർ, മോഹനൻ നായർ ആനപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഇതിൽ മോഹനൻ നായരാണ് വില്ലേജ് ഓഫീസർ. നമുക്ക് ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്ന മൊഴി പ്രകാരം രാവിലെ 11:30 ഒരു കറുത്ത കോട്ട് ധരിച്ച അക്രമി വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. മറ്റ് പ്രകോപനങ്ങളോ കാരണങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കയ്യിൽ കരുതിയ ബാഗിൽ നിന്നും ഒരു പെട്രോൾ എടുത്ത് ജീവനക്കാരുടെ നേരെ ഒഴിക്കുകയായിരുന്നു. ഒഴിച്ച് പെട്രോൾ ആണെന്ന് മനസ്സിലായപ്പോൾ ചിലർ വഴുതു മാറാൻ ശ്രമിച്ചെങ്കിലും ഒപ്പം പെട്രോൾ വീശി ചുറ്റിനും എറിഞ്ഞതിനെ തുടർന്ന് ഫയലുകളിലേക്കും ജീവനക്കാരുടെ വസ്ത്രങ്ങളിലേക്കും പെട്രോൾ പറ്റിപ്പിടിച്ചു. തുടർന്ന് ഇടത് കയ്യിൽ നിന്നും ഒരു പൊടി പോലെയുള്ള ഒരു സാധനം എടുത്ത് ഇവരുടെ നേരെ എറിയുകയും ചെയ്തു. തുടർന്നാണ് തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടത്. തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടതിനെ തുടർന്ന് ഫയലുകളും വളരെ വേഗം തീ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതിനു ശേഷം അക്രമി വളരെ വേഗം ഒരു
അതായത് ജീവൻ അതായത് ആദ്യം പെട്രോൾ വിതർന്നു, പിന്നെ അതിനുശേഷം തീ കത്തിക്കുന്നതിന് മുമ്പായി എന്താണ് സ്ഫോടനമാണോ നടത്തിയത്? അത് ജീവൻ പറഞ്ഞതിലൊരു വ്യക്തതക്കുറവുണ്ട് ശബ്ദത്തിൽ. അജിംഷാദ്, ആ കാര്യത്തിൽ നമുക്കും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. കയ്യിൽ കരുതിയ ഒരു പൊടി വീശി എറിയാൻ ശ്രമിച്ചു എന്നാണ് ജീവനക്കാർ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്താണ് ആ പൊടി? അത് അല്പം കൂടെ സ്ഫോടനം ഉണ്ടാക്കാൻ തക്ക വിധത്തിലുള്ള പൊടിയാണോ, അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള എന്തെങ്കിലും ആണോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നമുക്കില്ല. കാരണം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്, യാത്രാ മധ്യയിലാണ് ഞാൻ അജിംഷാദുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നും ചില പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. വിശദാംശങ്ങൾ പൂർണ്ണ തോതിൽ ലഭ്യമാകണമെങ്കിൽ അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരുടെ അതായത് ജീവൻ ഇത്തരത്തിൽ നമ്മൾ ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടർ പീപ്പിൾ ടിവിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആരോ ഒരാൾ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചതാണ്. മനോവൈകല്യമാകാം, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ആകാം, ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള സാധ്യതകൾ ജില്ലാ കളക്ടർ പറയുന്നുവെങ്കിൽ തീർച്ചയായും അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന് അടുത്തിടെ ജാതി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന ആരെങ്കിലും അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അന്വേഷണങ്ങളിലേക്ക് വ്യാപിച്ച് ഇത്രയേറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തലസ്ഥാന ജില്ലയിൽ സംഭവിച്ച വിവരത്തെക്കുറിച്ച് പോലീസ് പ്രതിയെ കണ്ടെത്താനോ അതുമായി ബന്ധപ്പെട്ട സൂചനകളിലൊക്കെ പോകാനായിട്ടില്ല എന്നത് വലിയ വീഴ്ചയല്ലേ? ഗൗരവമല്ലേ അത്? തെരഞ്ഞെടുപ്പ് കാലമാണ്, കേരളം മുഴുവൻ ആശങ്കയുണ്ട്. അജിംഷാദ്, രണ്ട് സാധ്യതകളാണ് ഈ കാര്യത്തിൽ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി സാധ്യത, അല്ലെങ്കിൽ അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു താൽക്കാലികമായ ഒരു മനോവൈകല്യത്തിൽ നിന്നുണ്ടായ ഒരു വിഭ്രാന്തിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഒരു ആക്രമണം. ഇതിൽ ഏത് സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഒരു സ്ഥിരീകരണം പറയാനാവില്ല. കാരണം ഒരു ജാതി സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കായി ദിനംപ്രതി എന്നോണം നൂറുകണക്കിന് ആളുകളായിരിക്കും വില്ലേജ് ഓഫീസ് പോലെ ജനങ്ങളുമായി ദൈനംദിനം ബന്ധമുള്ള ഒരു ഓഫീസിലേക്ക് ദിനംപ്രതി എന്നോണം എത്തുക. ഇതിൽ ആരുടെയൊക്കെ ജാതി സർട്ടിഫിക്കറ്റുകൾ നിഷേധിക്കപ്പെട്ടു, അതിന് ജെനുവിനായ റീസൺ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വരേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം നമുക്കിപ്പോൾ വളരെ സ്ഥിരീകരണത്തോടു കൂടി പറയാനാവും: കത്തി നശിച്ച ഫയലുകളിൽ പലതും വളരെ സുപ്രധാനമായ ഫയലുകളാണ്. ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധമുള്ള ഫയലുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ചില പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലവിൽ തർക്കമുണ്ടായിരുന്ന ചില ഭൂമിയിലെ ഫയലുകളും കത്തു നശിച്ചതായി പറയുന്നു. അതുകൊണ്ടാണ് ഇത് ഒരു അട്ടിമറി സാധ്യതയാണോ എന്ന ഒരു വാദത്തിലേക്ക് കൂടി ഇവിടെ നമ്മൾ വിരൽ ചൂണ്ട. തീർച്ചയായും ജീവൻ, അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമായ സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ കെ ജി ദിനകറിലേക്ക് തന്നെ എത്തിയാൽ, ദിനകർ, അതായത് നിസ്സാരമായ ഒരു സംഭവമല്ല. വില്ലേജ് ഓഫീസിൽ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാക്കുന്നു, നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്നു, ഒപ്പം നിരവധി രേഖകൾ നശിക്കുന്നു എന്നത് ക്വാറിയുമായി ബന്ധപ്പെട്ട്, പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകളും ആരോപണങ്ങളും ഇതേ വില്ലേജ് ഓഫീസിന് കീഴിലുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം സാധ്യതകൾ 1. 2, ഇതുവരെ പ്രതിയെ പിടിക്കാനായിട്ടില്ല എന്നത്. 3, ഇന്നലെ PSCയുടെ പല ഇതും അവസാനിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഫ്രസ്ട്രേഷൻ ഉള്ളവർ അത്തരത്തിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. ജില്ലാ കളക്ടറുടെ വാക്കുകൾ കൂടി ഉദ്ധരിച്ച് അതിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് കാലമാണ്. അജിംഷാദ്, തീർച്ചയായും ഈ സംഭവത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയുകയില്ല. വില്ലേജ് ഓഫീസിന് നേരെ ബോംബാക്രമണം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ഫോടനം നടത്തുക, അത് ഏത് രീതിയിലാണെങ്കിലും അത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇത്തരം ഒരു സ്ഫോടനത്തിന് ഈ വ്യക്തിയെ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. പോലീസും അത് സംബന്ധിച്ച് ഇരുട്ടിൽ തപ്പുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. സംഭവം നടന്ന മണിക്കൂറുകൾ ആയിട്ടേ ഉള്ളൂ എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില്ലേജ് ഓഫീസിനുള്ളിലെ ഫയലുകളും കമ്പ്യൂട്ടറുകളും കത്തി നശിച്ചിട്ടുണ്ട്. അത് പല രീതിയിൽ ജീവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജീവൻ ചൂണ്ടിക്കാട്ടി. ഒരുപക്ഷെ അത് ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചതാവാം. അതല്ല, തീർച്ചയായും ദിനകർ ഇതാണ് വില്ലേജ് ഓഫീസറിന് ഉള്ളിലെ ദൃശ്യങ്ങൾ. കത്തി നശിച്ച, സ്ഫോടനം നടന്ന സ്ഥലം, കത്തി നശിച്ച ഉപകരണങ്ങൾ, ഫയലുകളൊക്കെയാണ് ഇപ്പോൾ
തീർച്ചയായും ആദ്യ ദൃശ്യങ്ങൾ തന്നെ എന്ന് പറയാം. ഒരുപക്ഷെ വില്ലേജ് ഓഫീസിന് മുന്നിൽ 11 നടന്ന വെള്ളറട വില്ലേജ് ഓഫീസിനുള്ളിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് ഉപകരണങ്ങൾ നശിച്ചതും തീപിടിച്ച് ഫയലുകൾ നശിച്ചതും അടക്കമുള്ളവയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. തീർച്ചയായും ദിനകർ, വളരെ ഗൗരവമായ സാഹചര്യം. നമുക്കറിയാം, നമ്മുടെ സംവിധാനങ്ങളിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഫയലുകൾ കത്തി നശിച്ചാൽ അത് വീണ്ടെടുക്കുക, പ്രത്യേകിച്ച് ഭൂരേഖകൾ തമ്മിൽ സംബന്ധിച്ച കാര്യങ്ങൾ വീണ്ടെടുക്കുക എന്നത് വളരെ വലിയ ടാസ്ക്കാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ഇതിനെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കേവലം ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് ജില്ലാ ഭരണകൂടത്തിന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ മുൻനിർത്തി പറയാൻ എങ്ങനെ കഴിഞ്ഞു എന്നതടക്കമുള്ളവ ഒരുപക്ഷെ ചർച്ച ചെയ്യണം. തീർച്ചയായും ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞത് വളരെ നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ ദൃശ്യങ്ങൾ നോക്കൂ. ഒരൊറ്റ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറിന്റെ വരെ ഹാർഡ് ഡിസ്ക് കത്തുന്ന രീതിയിലുള്ള സ്ഫോടനമാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. ദിനകർ, തീർച്ചയായും അജിംഷാദ്, എന്താണ് സംഭവത്തിന് പിന്നിൽ ഉള്ളത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. അക്കാര്യമൊക്കെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിൻ്റെ പുറത്ത് വൈരാഗ്യം തീർത്തതാണോ, വ്യക്തിവൈരാഗ്യം തീർത്തതാണോ സംഭവത്തിന് പിന്നിലുള്ളത് എന്നും പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. വില്ലേജ് ഓഫീസിൽ ആക്രമണം നടത്തുക, വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്ക് പരിക്ക് പറ്റുക, വളരെ ശാന്തമായി ഈ വില്ലേജ് ഓഫീസറുടെ അവസ്ഥ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ആരോഗ്യാവസ്ഥ, ഇത് സംബന്ധിച്ച് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് ദിനകർ. തീർച്ചയായും അവിടെ നിന്നുള്ള വിവരങ്ങൾ ഒരുപക്ഷെ പലരുടെയും നില ഗുരുതരം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും വല്ലാത്തൊരു അപകടം യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യവുമല്ല. അങ്ങനെയെങ്കിൽ ആശുപത്രിയിലുള്ള അവരുടെ വിവരം, ഒപ്പം പോലീസിന്റെ അന്വേഷണം എവിടം വരെയായി എന്നുള്ളതാണ്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും പ്രതിയെക്കുറിച്ചൊരു സൂചന നൽകാൻ പോലീസിനായിട്ടില്ല എന്നത് ഗൗരവമായി കാണേണ്ട വീഴ്ചയാണ്. അജിംഷാദ്, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സ്വാഭാവികമായി സംഭവിച്ച ഒന്നല്ല. ഇത് വലിയ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ശാന്തമായി അല്ലെങ്കിൽ വളരെ സ്വസ്ഥതയോടുകൂടി ജീവനക്കാർക്ക് ഓഫീസിനുള്ളിൽ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തീർത്തും നമുക്ക് നിസ്സാരമായി കണക്കാക്കാൻ കഴിയുകയില്ല. ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ക്രമസമാധാന നിലയെ കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. സംസ്ഥാനത്ത് എമ്പാടും അത്തരത്തിൽ പല സംഭവങ്ങളും പല മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഒരു യുവ സംവിധായകനെ, നിർമ്മാതാവിനെ ഗുണ്ടാ സംഘം വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ കണ്ണൂർ നമ്മൾ കണ്ടു, മറ്റൊരു സംഭവം കണ്ടു. ഒരു സ്ത്രീയെ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ബന്ധുക്കൾക്ക് മുന്നിൽ മാനഭംഗപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് എമ്പാടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇത് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അത് തീർത്തും ചെറിയ ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയുകയില്ല. ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെ നിലനിൽക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും ദിനകർ, വളരെ ഗൗരവമായ സാഹചര്യം. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്നതിൻ്റെ സൂചനകൾ ദിനകർ പറഞ്ഞു നിർത്തിയെടുത്തിന് തന്നെ തുടങ്ങിയാൽ ഒരുപക്ഷെ താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് രേഖകൾ നശിപ്പിക്കാനായി കത്തിച്ചതടക്കം നമ്മുടെ മുന്നിലേക്ക് ഓർമ്മ പഥങ്ങളിലേക്ക് ഓടിയെത്തുമ്പോൾ തീർച്ചയായും തിരുവനന്തപുരത്ത് തന്നെ നടന്ന ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിവായിക്കണം. പ്രതിയെക്കുറിച്ച് ഇതുവരെയും പോലീസ് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല എന്നത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അത്യപൂർവമായ ഒരു സംഭവമാണ് ഇന്ന് തിരുവനന്തപുരത്തുണ്ടായത്. തിരുവനന്തപുരം വെള്ളറടയിൽ വില്ലേജ് ഓഫീസിൽ ഒരാൾ സ്ഫോടനം നടത്തി. സ്ഫോടനത്തിന് ശേഷം പോയ പ്രതിയെ സംബന്ധിച്ച് ഇതുവരെ സൂചന ഉണ്ടായിട്ടില്ല. നിരവധി ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഒപ്പം ഗുരുതരമായ പല പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഫയലുകൾ കത്തി നശിച്ചു എന്നതാണ്. ഫയലുകൾ, രേഖകൾ ഒക്കെ കത്തിനശിച്ചു. പീപ്പിൾ TV അതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ കൂടി പുറത്ത് വിടുമ്പോൾ കമ്പ്യൂട്ടറിലുള്ള രേഖകൾ, ഒപ്പം മറ്റ് ഫയലുകളൊക്കെയും കത്തി നശിച്ചവയിൽപ്പെടും. 7 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തീർച്ചയായും ദിനകറിലേക്ക് തന്നെ പോയാൽ, ദിനകർ, വളരെ ഗൗരവമായ പല സാഹചര്യങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. കേരളത്തിൽ മാധ്യമങ്ങൾ അടക്കം വലിയ ചർച്ചയായത് ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളിരിക്കുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, ഒപ്പം പോലീസിന്റെ വിവരങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട്
അജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം സംഭവസ്ഥലത്ത് ആക്രമണം നടത്തിയ വ്യക്തി ഒരു ബുള്ളറ്റിൽ എത്തുകയായിരുന്നു, കോട്ട് ധരിച്ചിരുന്നു, ഹെൽമറ്റ് ധരിച്ചിരുന്നു, ബാഗുമായി ആയിരുന്നു ആക്രമണം നടത്തിയത്, പിന്നെ സ്ഫോടനം നടത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള തുമ്പ് പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ വില്ലേജ് ഓഫീസറെ ഉൾപ്പെടെ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ മൊഴിയെടുക്കേണ്ടി വരും. അത്തരം രീതിയിലേക്ക് പോലീസ് ഇപ്പോൾ പോയിട്ടില്ല. കാരണം ഇപ്പോൾ സ്ഥലത്ത് ഉള്ള സംഭവങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് എത്തിച്ചേരാൻ ഇടയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതിനിധി ജീവൻ വിശദാംശങ്ങൾ നൽകും. എന്തായാലും വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. 7 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. പരിക്കേറ്റ വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റുള്ളവരെ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരുടെയും നില അതീവ ഗുരുതരമല്ല. വേണുഗോപാലിൻ്റെ നില മാത്രം അല്പം സാരമുള്ളതാണ്. പരിക്ക് കയ്യിലും മുഖത്തും പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംഭവത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമായ ഒരു വിവരം നൽകാൻ ഇപ്പോഴും കഴിയുന്നില്ല. ജില്ലാ കളക്ടർ നൽകുന്ന വിവരം ഇതാണ്. ഏതെങ്കിലും സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരു സാഹചര്യത്തിൽ അത് വിരോധം തീർത്തതാവാനുള്ള ഒരു സാധ്യതയാണ് ജില്ലാ കളക്ടർ നൽകുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ സംബന്ധിച്ച് ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിനോ പോലീസിനോ നൽകാൻ കഴിയുന്നുമില്ല. അജിംഷാദ്, തീർച്ചയായും തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 7 പേർക്ക് പരിക്കേറ്റു. ഹെൽമെറ്റ് ധരിച്ചെത്തിയ ആളാണ് വില്ലേജ് ഓഫീസിൽ സ്ഫോടനം നടത്തിയത്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ദിനകർ നൽകിയത്.